Hi viewers, welcome to your daily dose of cinema. This is your zone from screen to soul. മാജിക്കിൻ്റെ ബേസിൽ ആസിഫ് അലിയെ നായകനാക്കി പ്രജേഷ് സെൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഹൗഡിനി ദ കിങ് ഓഫ് മാജിക്. ക്യാപ്റ്റൻ വെള്ളം തുടങ്ങിയ ചിത്രങ്ങൾ ഒരുക്കിയ സംവിധായകൻ ഈ ചിത്രത്തിൽ മാജിക്കിന് പ്രാധാന്യം നൽകിയാണ് ചിത്രം ഒരുക്കുന്നത്. സിനിമയ്ക്കുള്ളിലെ സിനിമയുടെ കഥ പറയുന്ന മോളിവുഡ് ടൈംസിൽ നസ്ലൻ നായകനാകുന്നു. ചിത്രം സംവിധാനം ചെയ്യുന്നത് ബിനി ശ്രീനിവാസൻ നായകനായ വിജയിച്ച മുകുന്ദനുണ്ണി അസോസിയേറ്റ് എന്ന ചിത്രത്തിൻ്റെ സംവിധായകനായ അഭിനവ് സുന്ദർ നായിക്കാണ്. ഷറഫുദ്ദീൻ, സംഗീത് പ്രതാപ് എന്നിവരും ഇതിലുണ്ട്. ജൂൺ 5 റിലീസ്. മമ്മൂട്ടിയുടെ ടർബോയ്ക്ക് ശേഷം വൈശാഖ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഖലീഫ. ഇതിൽ പൃഥ്വിരാജ് മാമ്പറക്കൽ അമീർ അലി എന്ന കഥാപാത്രമാകുന്നു. ഓണത്തിന് റിലീസിനൊരുങ്ങുന്ന ചിത്രം സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ ക്യാൻവാസിൽ കഥ പറയുന്ന ബിഗ് ബജറ്റ് എൻ്റർടൈനർ ആകുമെന്നാണ് സൂചന. മാസ് ആക്ഷൻ സ്റ്റൈലിഷ് ത്രില്ലറായിട്ടാണ് ഖലീഫ ഒരുങ്ങുന്നത്. പോക്കിരി രാജയ്ക്ക് ശേഷമാണ് പൃഥ്വിരാജും വൈശാഖും വീണ്ടും ഒന്നിക്കുന്നത്. അമരൻ എന്ന സൂപ്പർ ഹിറ്റ് തമിഴ് ചിത്രത്തിന് ശേഷം രാജ്കുമാർ പെരിയസ്വാമി ധനുഷിനെ വെച്ച് ചെയ്യുന്ന ചിത്രത്തിൽ സിയ എന്ന കഥാപാത്രമായി മമ്മൂട്ടി എത്തുന്നു. സായി അഭ്യങ്കറിൻ്റെ BGMൽ മമ്മൂട്ടിയുടെ എൻട്രി അതിഗംഭീരമാണെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. ചിത്രം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. സൂപ്പർ ഹിറ്റായ മമ്മൂട്ടിയുടെ റോഷാക്കിന് ശേഷം സംവിധായകൻ നിസാം ബഷീർ പൃഥ്വിരാജിനെ നായകനാക്കി ചെയ്യുന്ന ചിത്രമാണ് ഐ നോബഡി. ബാങ്ക് മോഷണത്തെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഹീസ്റ്റ് ജോണറിലെത്തുന്ന ചിത്രത്തിൻ്റെ മ്യൂസിക് ജേക്സ് ബിജോയിയാണ്. ഇതുവരെ മലയാള സിനിമയിൽ കാണാത്ത ഡിഫറൻറ്റ് മേക്കിംഗ് സ്റ്റൈലാണ് ഈ ചിത്രത്തിലെന്നും സൂചനകൾ ലഭിക്കുന്നത്. ഹോളിവുഡ് ഡയറക്ടർ ക്രിസ്റ്റഫർ നോളൻ ഓസ്കാർ ചിത്രമായ ഓപ്പൺഹൈമറിന് ശേഷം ഒരുക്കുന്ന ചിത്രമാണ് ദ ഒഡീസി. പൂർണ്ണമായും ഐമാക്സ് ഫിലിം ക്യാമറയിൽ ചിത്രീകരിച്ച ആദ്യത്തെ കൊമേഴ്സ്യൽ ചിത്രമാണ് ഒഡീസി. ഹോമറിൻ്റെ ഇതിഹാസ ഗ്രീക്ക് പുരാണമായ ഒഡീസിയെ അടിസ്ഥാനമാക്കിയാണ് ചിത്രം ഒരുങ്ങുന്നത്. ആഷിഖ് ഉസ്മാൻ നിർമ്മിക്കുന്ന റൊമാൻറ്റിക് കോമഡി ഗണത്തിൽപ്പെട്ട ചിത്രത്തിൽ മമിത ബൈജുവും സംഗീത് പ്രതാപും കേന്ദ്ര കഥാപാത്രങ്ങളാകുന്നു. ചിത്രം സംവിധാനം ചെയ്യുന്നത് സിനിമാ നടനും തിരക്കഥാകൃത്തും സൂപ്പർ ഹിറ്റ് ആയ തണ്ണീർമത്തൻ ദിനങ്ങളിൽ സഹ എഴുത്തുകാരനുമായ ഡിനോയ് പൗലോസാണ്. ദുൽഖറിൻ്റെ കരിയറിലെ ഏറ്റവും സ്റ്റൈലിഷ് ചിത്രമായ ഐ ആം ഗെയിം ഓണത്തിന് തെന്നിന്ത്യയിലെ 100-ലധികം ലൊക്കേഷനുകളിൽ ചിത്രീകരണം പൂർത്തിയാക്കിയ ചിത്രം ബിഗ് ബജറ്റ് ആക്ഷൻ ത്രില്ലറാണ്. ചിത്രം സംവിധാനം ചെയ്യുന്നത് RDX എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിൻ്റെ സംവിധായകനായ നഹാസ് ഹിദായത്താണ്. ഏറെ ചർച്ച ചെയ്യപ്പെട്ട രഘുറാം എന്ന ദ്വിഭാഷ ചിത്രത്തിന് ശേഷം സെലസ്റ്റിയ പ്രൊഡക്ഷൻ്റെ ബാനറിൽ ക്യാപ്റ്റൻ വിനോദ് നിർമ്മിക്കുന്ന കോമഡി ചിത്രമാണ് അഞ്ചരക്കണ്ടി പോലീസ് സ്റ്റേഷൻ വൈകിട്ട് 5 മണിക്ക്. സംവിധാനം ചെയ്യുന്നത് പുതുമുഖ സംവിധായകൻ ഷൈജു ദേവദാസാണ്. ബോബി ഡിയോളിനെ കേന്ദ്ര കഥാപാത്രമാക്കി അനുരാഗ് കശ്യപ് സംവിധാനം ചെയ്യുന്ന ബന്ദർ എന്ന ചിത്രത്തിൽ മലയാള നടൻ ഇന്ദ്രജിത്ത് ശക്തമായ ഒരു വേഷം ചെയ്യുന്നു. സമീർ മെഹ്റ എന്ന ഗായകൻ്റെ ജീവിതത്തിൽ നടക്കുന്ന അപ്രതീക്ഷിത സംഭവങ്ങളും പിന്നീട് അയാൾ നടത്തുന്ന പോരാട്ടവും തിരിച്ചുവരവുമാണ് ചിത്രം പറയുന്നത്. തെലുങ്കിലെ പ്രശസ്ത സംവിധായകൻ വംശി പൈഡിപ്പള്ളി തൻ്റെ ബോളിവുഡ് അരങ്ങേറ്റത്തിന് ഒരുങ്ങുന്നു. നായകനായി സൽമാൻ ഖാനും പ്രതിനായക വേഷത്തിൽ അക്ഷയ് ഖന്നയും ഒപ്പം മലയാളത്തിൻ്റെ സ്വന്തം ഫഹദ് ഫാസിലും. ഒഫീഷ്യലി കൺഫർമേഷൻ എത്താത്ത ചിത്രത്തിൽ നായിക നയൻതാരയാണ്. നിവിൻ പോളിയും മമിത ബൈജുവും ഒന്നിക്കുന്ന ഗിരീഷ് AD സംവിധാനം ചെയ്ത ബെത്ലഹേം കുടുംബ യൂണിറ്റ് ഓണത്തിന് റിലീസിന് ഒരുങ്ങുന്നു. റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽ ഉൾപ്പെട്ട ചിത്രം തണ്ണീർമത്തൻ ദിനങ്ങൾ, സൂപ്പർ ശരണ്യ, പ്രേമലു തുടങ്ങി ഹിറ്റുകൾ സൃഷ്ടിച്ച ഗിരീഷ് AD ഒരുക്കുന്ന മറ്റൊരു ചിത്രമാണ്. ഹിറ്റ് ചിത്രമായ കളങ്കാവലിനു ശേഷം ജിതിൻ കെ ജോസ് ഒരുക്കുന്ന ചിത്രത്തിൽ ജയസൂര്യ നായകനാകുന്നു. മായൻ ചാപ്റ്റർ 1 എന്ന് പേരിട്ട ചിത്രത്തിൽ വിപരീത ആരാധനാക്രമങ്ങളെ പിന്തുടരുന്ന സമൂഹങ്ങളുടെ കഥ പറയുന്നു. അദൃശ്യ ശക്തികളോട് പോരാടുന്ന പോലീസ് കഥാപാത്രമായാണ് ജയസൂര്യ ഇതിൽ. ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ആദ്യ ബോളിവുഡ് സംവിധാന അരങ്ങേറ്റമായ ചിത്രത്തിൽ നായകനാകുന്നത് ബോളിവുഡ് ഹിറ്റ് സംവിധായകൻ രാജ്കുമാർ ഹിറാനിയുടെ മകൻ വീർ ഹിറാനിയാണ്. ഇതിൽ മലയാളത്തിലെ ഇന്ദ്രജിത്ത് ഒരു സുപ്രധാന കഥാപാത്രം അവതരിപ്പിക്കുന്നുണ്ട്. ദിൽകാഷ് എന്ന് പേരിട്ട ഈ ചിത്രത്തിൻ്റെ മ്യൂസിക് ഡയറക്ടർ AR റഹ്മാനാണ്. വിദേശ് തിവാരി സംവിധാനം ചെയ്യുന്ന രാമായണ എന്ന ചിത്രത്തിൽ രൺവീർ കപൂർ രാമനായും യശ് രാവണനായും എത്തുന്ന ഈ ബ്രഹ്മാണ്ഡ ചിത്രം സംഗീതം നൽകുന്നത് AR റഹ്മാനാണ്. ഈ ചിത്രത്തിന് വേണ്ടി 30 കോടിയോളം രൂപയാണ് AR റഹ്മാൻ പ്രതിഫലമായി വാങ്ങിച്ചിരിക്കുന്നത്. തെലുങ്ക് സൂപ്പർ താരം രാം ചരൺ നായകനായി അഭിനയിക്കുന്ന പാൻ ഇന്ത്യൻ ചിത്രമായ പെഡ്ഡി ജൂൺ 4 വേൾഡ് വൈഡായി സ്ക്രീനുകളിലെത്തുന്നു.
ദേശീയ അവാർഡ് ജേതാവായ ബുജി ബാബു സനയാണ് സംവിധാനം ചെയ്യുന്നത്. ജോസഫ് മാമാകം എന്നീ ചിത്രങ്ങളുടെ സംവിധായകനായ എം പത്മകുമാർ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് ഉയർ. റോഷൻ മാത്യു ആണ് നായകൻ. വർഷങ്ങൾക്ക് മുമ്പ് മലബാറിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി റിയലിസ്റ്റിക് ആൻഡ് ഇമോഷണൽ ക്രൈം ത്രില്ലറായാണ് ചിത്രം ജൂൺ 26 സ്ക്രീനുകളിൽ എത്തുന്നത്. ജയസൂര്യയെ നായകനാക്കി രതീഷ് വേഗയുടെ സംവിധാനത്തിൽ വരുന്ന ചിത്രമാണ് ഓപ്പറേഷൻ ത്രാൾ. ജമ്മു കാശ്മീരിലെ ത്രാളിൽ ഇന്ത്യൻ സൈന്യവും തീവ്രവാദികളും തമ്മിലുണ്ടായ ശ്രദ്ധേയമായ ഏറ്റുമുട്ടലിനെ ആസ്പദമാക്കിയാണ് ഈ ചിത്രം. സംവിധായകൻ ഷാജി കൈലാസിന്റെ മകൻ ജഗൻ ഷാജി കൈലാസ് സംവിധായകനാകുന്ന ചിത്രമാണ് നീക്കം. ചിത്രത്തിൽ ദിലീപാണ് നായകനാകുന്നത്. KGFന്റെ ഡയറക്ടർ പ്രശാന്ത് നീലിന്റെ പുതിയ ചിത്രത്തിൽ NTR നായകൻ. ഷൂട്ടിംഗ് പുരോഗമിക്കുന്ന ചിത്രം 2027 ജൂൺ 11 വേൾഡ് വൈഡായി സ്ക്രീനുകളിലെത്തുന്നു. ചിത്രം ഒരു ആക്ഷൻ പാക്ഡ് ആണ്. തെലുങ്ക് സൂപ്പർ താരം വിജയ് ദേവരക്കൊണ്ടയുടെ പുതിയ ചിത്രത്തിന് സംഗീതം നൽകുന്നത് മലയാള സംഗീത സംവിധായകനായ ഹിഷാം അബ്ദുൽ വഹാബാണ്. ചിത്രം ആക്ഷൻ പീരിയഡ് ഡ്രാമയാണ്. പ്രേമലു എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലെ പ്രേക്ഷകരുടെ പ്രിയ താരമായി മാറിയ ശ്യാം മോഹനും അഖില ഭാർഗവനും ഒന്നിക്കുന്ന ചിത്രം പറയുന്നത് ഒളിച്ചോടാൻ തയ്യാറെടുക്കുന്ന നായകനും നായികയും നേരിടേണ്ടി വരുന്ന പ്രതിസന്ധി ഘട്ടങ്ങളെയാണ്. ചിത്രം സംവിധാനം ചെയ്യുന്നത് പരസ്യ ചിത്രങ്ങളിലൂടെ പ്രശസ്തനായ ശങ്കറാണ്. മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ലോകയുടെ രണ്ടാം ഭാഗമായ ലോക ചാപ്റ്റർ 2 ഷൂട്ടിംഗ് 2026 അവസാനത്തോടെ ആരംഭിച്ച് 2027 ഓണം റിലീസായി എത്തുമെന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതിൽ നായകനായി ടോവിനോ തോമസ് ആണ് വരുന്നത്. അഭിനയം പോലെ റേസിംഗിലും പാഷനായി കൊണ്ട് നടക്കുന്ന തമിഴ് നടൻ അജിത്തിന്റെ മോട്ടോർ സ്പോർട്സ് യാത്രയെ ആസ്പദമാക്കി സിനിമ ഗ്ലാഡിയേറ്റേഴ്സ് 1.5 മണിക്കൂർ ഡ്യൂറേഷനിൽ ഉടൻ തിയേറ്ററുകളിലെത്തും. മമ്മൂട്ടി നായകനായി മോഹൻലാൽ ക്യാമിയോ റോളിലെത്തിയ 125 കോടിക്കും 140 കോടിക്കും ഇടയിൽ ബഡ്ജറ്റിൽ വന്ന പാട്രിയോട്ടിന്റെ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ ടോട്ടൽ വേൾഡ് വൈഡ് ഗ്രോസ് ആയിട്ട് അപ്രോക്സിമേറ്റ് 80 കോടിക്കടുത്ത് ചിത്രം നേടിയത്. മോഹൻലാലിന്റെ ദൃശ്യം 3 റെക്കോർഡ് കളക്ഷനുമായി മുന്നേറും. മലയാളത്തിൽ ഏറ്റവും വേഗത്തിൽ 2.5 ദിവസം കൊണ്ട് 100 കോടി നേടിയ ചിത്രം വേഗത്തിൽ 100 കോടിയിലെത്തുന്ന രണ്ടാമത്തെ ചിത്രമായി. 9 ദിവസം കൊണ്ട് ചിത്രം ടോട്ടൽ വേൾഡ് വൈഡ് ഗ്രോസ് ആയിട്ട് 207 കോടി 83 ലക്ഷമാണ് നേടിയത്. ഹാഷിർ കേന്ദ്ര കഥാപാത്രമായി സവിൻ സംവിധാനം ചെയ്ത 13 കോടി ബഡ്ജറ്റിൽ വന്ന വാഴ 2 കേരളത്തിൽ നിന്നും 124 കോടിക്കും വേൾഡ് വൈഡായി അപ്രോക്സിമേറ്റ് 234 കോടിക്കും മുകളിലാണ് നേടിയത്. 30 കോടി ബഡ്ജറ്റിൽ അരുൺ അനിരുദ്ധൻ സംവിധാനം ചെയ്തു ടോവിനോയും ബേസിൽ ജോസഫ് വിനീത് ശ്രീനിവാസനും ഒരുമിച്ചെത്തിയ അതിരടി 12 ദിവസത്തിനുള്ളിൽ വേൾഡ് വൈഡ് ഗ്രോസ് ആയിട്ട് 62 കോടി 31 ലക്ഷമാണ് നേടിയത്. മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിച്ച സ്പൈ ആക്ഷൻ ത്രില്ലർ ജോണറിൽപ്പെട്ട മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത പാട്രിയോട്ട് C5-ൽ ജൂൺ 5 സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. ആദിത്യദാർ ഒരുക്കിയ രൺവീർ സിംഗ് നായകനായെത്തിയ ക്രൈം സ്പൈ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട ദുരന്തർ 2 നെറ്റ്ഫ്ലിക്സിൽ മെയ് 15 സ്ട്രീമിംഗ് ആരംഭിച്ചു. പ്രിയദർശന്റെ ഭൂത് ബംഗ്ല കോമഡി ഹൊറർ വിഭാഗത്തിൽപ്പെട്ട ചിത്രം അക്ഷയ് കുമാർ നായകനായ ചിത്രം നെറ്റ്ഫ്ലിക്സിൽ ജൂൺ 12 അവതാർ ഫയർ ആൻഡ് ആഷ് സയൻസ് ഫിക്ഷൻ ത്രില്ലർ ജെയിംസ് കാമറൂണിന്റെ സംവിധാനത്തിൽ വന്ന ചിത്രം ജിയോ ഹോട്ട്സ്റ്റാറിൽ ജൂൺ 24 സ്ട്രീമിംഗ് ആരംഭിക്കുന്നു. ആനിമേഷൻ കോമഡി വിഭാഗത്തിൽപ്പെട്ട റോസ് ഒട്ടനോവ അണിയിച്ചൊരുക്കിയ വെബ് സീരീസ് ഗെയിം ഓവേഴ്സ് എന്ന ചിത്രം മെയ് 31 യൂട്യൂബിൽ കാണാം. ഫുട്ബോൾ ഹിസ്റ്ററി റോണറിൽപ്പെട്ട സ്പാനിഷ് ചിത്രമായ മെക്സിക്കോ 86 നെറ്റ്ഫ്ലിക്സിൽ ജൂൺ 5 സ്ട്രീമിംഗ്. അയാം ഫ്രാങ്കൽഡ എന്ന ആനിമേഷൻ ഫിലിം ജൂൺ 12 നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് തുടങ്ങുന്നു. ഹ്യൂമൻ വേപ്പർ എന്ന ജാപ്പാനീസ് വെബ് സീരീസ് സയൻസ് ഫിക്ഷൻ ഫാൻറ്റസി ജോണറിൽപ്പെട്ട ചിത്രം ജൂലൈ 2 സ്ട്രീമിംഗ് തുടങ്ങും നെറ്റ്ഫ്ലിക്സ്. സൈക്കോളജിക്കൽ ത്രില്ലറായ ഫേസസ് എന്ന മലയാള ചിത്രം നീലേഷിൻ്റെ സംവിധാനത്തിൽ കലേഷ് കേന്ദ്ര കഥാപാത്രമാകുന്ന സിനിമ സൺ NSTയിൽ 29 മെയ്ന് സ്ട്രീമിംഗ് തുടങ്ങി. മാത്യു തോമസ്, ജഗദീഷ് എന്നിവർ അഭിനയിച്ച അരുൺ ലാലിൻ്റെ ഫാൻറ്റസി കോമഡി ഡ്രാമ സുഖമാണോ സുഖമാണ് ആമസോൺ പ്രൈം വീഡിയോയിൽ മെയ് 29 മുതൽ സ്ട്രീമിംഗ്. എബ്രിഡ് ഷൈൻ സംവിധാനം ചെയ്ത റൊമാൻറ്റിക് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സ്പാ വിനീത് തട്ടിൽ, സിദ്ധാർത്ഥ് ഭരതൻ എന്നിവർ അഭിനയിച്ച ചിത്രം മനോരമ മാക്സിൽ 28 മെയ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നു. ടോം സ്റ്റില്ലിംഗ് നായകനായ ഡാർക്ക് റോണറിൽപ്പെട്ട ഇംഗ്ലീഷ് ചിത്രം മർഡർ മൈൻഡ്ഫുള്ളി 2 നെറ്റ്ഫ്ലിക്സിൽ മെയ് 28. വ്യൂവേഴ്സ് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തും. പ്രോഗ്രാം ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മനസ്സ് കാണിക്കുമോ? താങ്ക്സ് ഫോർ
വാച്ചിങ്.